കോവിലകം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മിൺ സ്റ്റൈലിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണിത്. അപ്പോൾ നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ രുചി കൂട്ടാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോവിലകം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരീൻ്റെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നതിന് ഈ ഒരു ചേരുവയാണ്. ഇതാണ് ഇതിന് കൂടുതൽ രുചി നൽകുന്നത്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. ചോറിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് മാമ്പഴ പുളിശ്ശേരി. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു സീസൺ എന്ന് പറയുന്നത് മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മാങ്ങയാണ് എടുത്തത്. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നാട്ടുമാങ്ങയാണ്. നാട്ടുമാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഉള്ളിൽ കുറച്ച് ചകിരികൾ, നല്ല പഴുത്ത മാങ്ങ. അതിൻ്റെ തൊലി എന്ന് പറയുമ്പോൾ പുറമെ നല്ല പച്ച കളറായിരിക്കും, നല്ല മധുരമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും അത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നാട്ടുമാങ്ങയല്ല. അപ്പോൾ നമുക്ക് ഏത് നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ടും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുമാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാനിത് തൊലി കൈകൊണ്ട് പറിച്ച് കളയല്ല ചെയ്യുന്നത്. ഇത് പറിച്ച് കളയാൻ കിട്ടൂല സാധാരണ മാങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നാട്ടുമാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് അറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പറിച്ച് കളയാൻ കിട്ടും. പക്ഷേ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലി ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കൽച്ചട്ടിയിലാണ്. നിങ്ങൾക്ക് സാധാരണ ചട്ടിയോ എടുക്കാം. പാനിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലുള്ള കൽച്ചട്ടിയോ അല്ലെങ്കിൽ സാധാരണ ചട്ടിയോ ഒക്കെ എടുക്കുന്നതായിരിക്കും. ഇനി ഈ ചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കോവിലകം സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നതിന് ഈ ഒരു ചേരുവയാണ് അവരിതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് നല്ലോണം ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒരുപാടങ്ങ് കൂടി പോകരുത്, അതിൻ്റെ ആ ഒരു കൈപ്പരസം മുന്നിട്ട് നിൽക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൽച്ചട്ടി എന്നൊക്കെ പറയുന്നത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മാങ്ങ ഈ ഒരു എണ്ണയുമായിട്ട്, അതായത് നമ്മൾ പശു നെയ്യായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലോണം ഇതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക, ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊടീൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു പൊടീൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മാങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങേൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കുറച്ചധികം മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചെറിയ മാങ്ങയും 2 വലിയ മാങ്ങയുണ്ട്. അപ്പോൾ ചെറിയ മാങ്ങ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെയല്ല വലിയ മാങ്ങ. അപ്പോൾ അത് വേവാൻ കുറച്ച് ടൈമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൈം എടുത്ത് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്കുള്ള അരവൊന്ന് തയ്യാറാക്കാം. അപ്പോൾ 1/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും ജീരകവും ഒക്കെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. കട്ട തൈരാണ് ചേർക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ സാധാരണ വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഇതുപോലെ തൈരും മോരൊക്കെ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ നല്ല പേസ്റ്റായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അരക്കുന്ന സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും അരച്ചെടുക്കാം.
നമുക്കിനി മാങ്ങ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടും. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം അളവിൽ ശർക്കരയാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങേൻ്റെ ആ ഒരു പുളിയും മധുരവും അതുപോലെ ശർക്കരേൻ്റെ മധുരവും എരിവും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ മാമ്പഴ പുളിശ്ശേരിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ശർക്കര ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നമ്മൾ ഒരുപാടങ്ങ് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങ തന്നെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി ഇത് വേവാനുണ്ട്. മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മാങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വലിയ മാങ്ങയാണ് കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കയ്യിൽ കൊണ്ട് മാങ്ങ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മാങ്ങേൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിലിറങ്ങിയിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ മറക്കരുത്. നല്ല കൊഴുപ്പും ഉണ്ടാകും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഇനിയിപ്പം കുറച്ചും കൂടി ഇതിൽ വെള്ളം വറ്റാനുണ്ട്. അതുപോലെ ഈ ഒരു മാങ്ങയും കുറച്ചും കൂടിയും വേവാനുണ്ട്. അത് നമ്മളൊരു 2-3 മിനിറ്റും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ അരവ് ഒഴിച്ച് തൈരും ഒക്കെ ചേർക്കുമ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒരുപാടങ്ങ് ലൂസായി പോകും. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് തന്നെ സാധാരണ ഒരു സൈഡ് ഡിഷ് പോലെയല്ലേ ഉണ്ടാവും, ഒരുപാടങ്ങ് ലൂസായിട്ടുള്ള കറിയല്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റും കൂടിയും കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യത്തിനൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയാണ്. അപ്പോൾ തേങ്ങേൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടിയും തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈര് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോകരുത്, അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഒരുപാടങ്ങ് ഒഴിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ തൈരും കൂടിയും ചേർത്തതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫായി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തിളച്ച് കിട്ടും. നമ്മളിനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാലും ഇത് ചട്ടി നല്ലോണം ഇതിങ്ങനെ കറി തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് തിളച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ കൈ വിടാണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിലായിരുന്നു തീ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് ലൂസല്ല, എന്നാൽ അധികം കട്ടിയല്ല. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഇരുന്നിട്ട് തന്നെ ഇത് നല്ലോണം കട്ടിയാകും ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ കടുകും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പക്ഷേ ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലോണം ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാങ്ങ കിട്ടുന്ന ഒരു സീസണിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പശുവിനെ പ്രത്യേകിച്ച് ചേർക്കാൻ മറക്കരുത്, അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തേങ്ങ അരക്കുന്ന സമയത്ത് ചില ആൾക്കാർ വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരക്കുന്ന കാണാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാമ്പഴ പുളിശ്ശേരി കേടാകും. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം വരെ കേടാവാണ്ട് പുറത്ത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. എൻ്റെ ചാനലിൽ മാങ്ങ വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. പച്ചമാങ്ങ വെച്ചിട്ടായാലും പഴുത്ത മാങ്ങ വെച്ചിട്ടായാലും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എല്ലാം വെറൈറ്റി റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെയൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്